കൂട്ടുകാർ ഇന്ന് നമുക്ക് ഇച്ചിരി പുല്ലൊക്കെ വെട്ടാനുണ്ട്. അതിന് മുമ്പ് ഈ പുല്ലിൻ്റെ അരിയൊക്കെ ഇഷ്ടമുള്ള 2-3 പേരുണ്ട് ഇവിടെ. അവർക്ക് ഇച്ചിരി തീറ്റ നമുക്ക് കൊടുക്കാം. ഇതാട്ടോ, നമ്മളിച്ചിരി താമസിച്ച് തീറ്റ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ്. അവർ വന്ന് വാതിക്കലിരിക്കും, പിന്നെ വാതിൽ തുറക്കാനൊന്നും സമ്മതിക്കത്തില്ല. മാറ തുറക്കത്തില്ലല്ലോ. നമുക്കിവിടെ ഇച്ചിരി പണിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളോട് കൂടിയാലേ ആ സെറ്റപ്പായിട്ട് വരത്തുള്ളൂ. മാറിയിരിക്കുക. ഇങ്ങനെ കയ്യിലിരുന്ന് എങ്ങനെയാണെന്നൊക്കെ 1-2 പേര് ചോദിച്ചായിരുന്നു കേട്ടോ. ഈ കയ്യിലിരുത്താൻ വലിയ പാടൊന്നുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. എന്നാലും ഒന്നുകൂടെ പറഞ്ഞേക്കാം. അത് കയ്യിലിരുത്താൻ വേണ്ടി നിങ്ങളിപ്പം എല്ലാ ദിവസവും കൃത്യസമയത്ത് തീറ്റ കൊടുക്കുന്നത് എഴുതിക്കോ. അതായത് ഒരു ദിവസത്തെ തന്നെ തിന്നാനുള്ള തീറ്റ നിങ്ങൾ ഇടുന്നുള്ളൂ. അതെല്ലാ ദിവസവും 10 മണിക്കാണ് നിങ്ങൾ ഇടുന്നത്. അപ്പോൾ ഒരാഴ്ച അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ട് അതിന് ഒരു 10 ദിവസം അങ്ങനെ കൊടുക്കുക. 11-ാമത്തെ ദിവസം 10 മണിക്ക് തീറ്റ കൊടുക്കാൻ നിൽക്കുന്നതാണെങ്കിൽ നിങ്ങളൊരു 12 മണിയായിട്ട് തീറ്റ കൊടുക്കുക. അപ്പോഴത്തേനും ഇവന്മാർ സ്ഥിരം തീറ്റ കിട്ടുന്ന സമയം നോക്കി ഇരുന്നിട്ട് ഇച്ചിരി വിശക്കാൻ തുടങ്ങും. എന്നിട്ട് കയ്യിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് റെഗുലർ ടൈമിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഇവന്മാരെ ഇങ്ങനെ കയ്യിൽ കൊണ്ടിരുത്താൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ നമ്പർ ഒന്ന് പരീക്ഷിച്ച് നോക്ക്, നിങ്ങളുടെ ലവ് ബേഡ്സിനെ ഇണക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇവർ തീറ്റ തരുമ്പം വന്നിരിക്കുന്ന കേട്ടോ, വിശന്നാൽ മാത്രം കൈ വന്നിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യത്തില്ല. അതിന് നമ്മൾ കുഞ്ഞിലേ മുതൽ ഹാൻഡ് ഫീഡൊക്കെ ചെയ്താലേ അത്രയ്ക്ക് അങ്ങോട്ട് ഇണങ്ങി വരത്തുള്ളതെന്നാണ് തോന്നുന്നത്. ഇവന്മാരെ നമ്മൾ ലവ് ബേഡ്സ് എന്നൊക്കെ വിളിക്കും, പക്ഷേ ഇവന്മാരെ ബഡ്ജീസ് എന്ന് വിളിക്കണം എന്നാണ് പ്രൊഫഷണൽസ് പറയുന്നത്. ബഡ്ജീസ് ഈ പാരക്കറ്റ്സ് ഫാമിലിയിലാണ്. പാരക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ തത്തകൾ, നീട്ടമുള്ള വാലുള്ള ചെറിയ തത്തകൾ എന്നാണ് എന്ന് തോന്നുന്നു. ആ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പാരക്കറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻ റിംഗ് നെക്കഡ് പാരക്കറ്റ് ഇല്ലേ, എന്ന് വെച്ചാൽ ഈ നമ്മുടെ തെങ്ങാലൊക്കെ വന്നിരിക്കുന്ന തത്തയില്ലേ, കഴുത്തിൽ വളയുള്ളത്, പുള്ളി പാരക്കറ്റാണ്. ഇവന്മാരുടെ ചുണ്ടിന് മീതെയുള്ള നീല കളറാണ് ആണിനെ തിരിച്ചറിയാനുള്ള മാർഗം കേട്ടോ. പെണ്ണ് നീല കളർ ഉണ്ടാകത്തില്ല. ഇത് ഓസ്ട്രേലിയ ഒരു വൈൽഡ് ബേർഡാണ് കേട്ടോ. ഇതൊക്കെ ഓസ്ട്രേലിയയിലെ കാടുകളിൽ ഇച്ചിരി ഡ്രയർ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇവന്മാർ സാധാരണയായിട്ട് കാണുന്നത്. നമ്മുടെ ഇവിടുത്തെ അടക്കക്കുരുവി നടക്കുന്ന പോലെ ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഒരു തത്ത കുട്ടനാണ് ഇവൻ. നമ്മുടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ പെറ്റ് ഷോപ്പുകൾ വഴി നമ്മളിങ്ങനെ വാങ്ങിച്ച് നമ്മുടെ നാട്ടിൽ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ബ്രീഡ് ചെയ്ത് ഇവരെ കൊണ്ട് നടക്കുന്നു. അപ്പം തത്തമ്മയുടെ വിശേഷമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പോയി ബാക്കി പണിയിലോട്ട് നടക്കാം. നിങ്ങളോട് കൂടണം, ബാ കമോൺ. ഇതെന്നറിയോ, ഇത് മറ്റേ ഓയിൽ ക്യാനാണ്. ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിക്കുകയോ ചെയ്തേ. ഞാനിങ്ങനത്തെ ഞുറുങ്ങ സാധനങ്ങൾ പലതും മേടിക്കും കേട്ടോ. ടൂൾസ്, ഒരുമാതിരിപ്പെട്ട പവർ ടൂൾസ് എല്ലാം തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2T ഓയിൽ എന്ന് പറയും. ഒരു വൃത്തികെട്ട പേരല്ലേ, എന്തായാലും വേണ്ടല്ല. ഇത് നമ്മുടെ മെഷീൻ വാളിനകത്തൊക്കെ പെട്രോൾ കൊടുത്ത് മിക്സ് ചെയ്യുന്നതാണേ. അപ്പോൾ ഈ സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടികളൊക്കെ എളുപ്പത്തിൽ നടക്കത്തുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ, ഈ ഓയിൽ ക്യാൻ ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഓയിൽ ഒഴിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ പുല്ലുവെട്ടിയുടെ ഉണ്ടല്ലോ, ഹെഡിൻ്റെ അവിടെ 2 സ്ക്രൂ ഉണ്ട്. അത് അഴിക്കണമെങ്കിൽ ഈ ടൂള് വേണം. പക്ഷേ ഇത് മേടിച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കില്ല. എന്തിനാണെന്ന് ചോദിക്കുന്നത്, അതിൻ്റെ കാര്യമില്ല. അപ്പോൾ ഇത് അഴിച്ച് ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഉണ്ടായിരുന്നേ കണ്ട. എന്നിട്ട് ഇതങ്ങ് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. 2 ഇടത്ത് നമുക്ക് ഓയിൽ ഒഴിക്കണം. കാരണം മെഷീന് ഇത് നമ്മൾ എടുത്തിട്ട് ഒത്തിരി ആയി. പോത്തും കൂടെ ഉള്ളതുകൊണ്ട് പുല്ലുവെട്ടിയുടെ ആവശ്യം വരാറില്ല എന്ന് നമ്മൾ കരുതിയെങ്കിലും അങ്ങനെയല്ല, പുല്ലുവെട്ടിയുടെ ഒരു ആവശ്യമുണ്ട്. ഈ പോത്തും എരുമയൊക്കെ ഉള്ളവൻ എന്തിനാണ് പുല്ലുവെട്ടിയെന്ന് ചിലരെങ്കിലും സംശയിച്ചേക്കാം. പുല്ലുവെട്ടിയുടെ ആവശ്യമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പറയാവുന്ന ടൈറ്റ് ആയിക്കോട്ടെ. പെട്രോള് നമ്മൾ 1 ലിറ്ററിന് 30 ml ആണെന്ന് തോന്നുന്നു പെട്രോൾ ഒഴിക്കുന്നത്, ഈ ഓയിൽ ഒഴിക്കേണ്ടത്. നമ്മളങ്ങനെയൊന്നുമില്ല, ഒരു മനക്കണക്ക് വെച്ചങ്ങ് ഒഴിക്കും. ഈ ഓയിൽ ഒഴിക്കുന്നത് കൂടിപ്പോയി കഴിയുമ്പോഴാണ് ഈ മെഷീൻ്റെ അകത്ത് പുകയൊക്കെ വരുന്നത്. പണ്ടൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ജെറ്റ് എഞ്ചിൻ പോകുന്ന പോലെ ആയിരുന്നു പുക വന്നുകൊണ്ടിരുന്നത്. അത് ഓയിൽ കൂടി പോകുമ്പോഴാണ്. ഓയിൽ കൂടി പോകുമ്പം കറക്റ്റായിട്ട് പവറിൽ നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ പറ്റത്തില്ല. ഓയിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പിസ്റ്റൺ കയറി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എഞ്ചിൻ്റെ അകത്ത് പിസ്റ്റൺ എന്നാണ് പറയുന്നത് തോന്നുന്നു, അല്ലെങ്കിൽ ശ്രമിക്കുക. നമ്മുടെ കവചകുണ്ടലങ്ങളൊക്കെ അണിഞ്ഞ് സേഫ്റ്റി ഈസ് ഫസ്റ്റ്, അല്ല സേഫ്റ്റി ഫസ്റ്റ് അങ്ങനെ എന്താ സംഭവമല്ലോ, അത് തന്നെ. കണ്ണാടി വെച്ചോണം, പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇതാണ് പുല്ലടിക്കുന്നതിന് മുമ്പിലത്തെ കോലം. പുല്ലടിച്ച് കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞ പോലെ ഈ പോത്തൊക്കെ ഉള്ളവർ എന്തിനാണ് ഈ പുല്ല് വെട്ടി എന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ. അതായത് ഇപ്പോൾ ഈ നിൽക്കുന്ന പുല്ലിനകത്ത് നമ്മളിപ്പോൾ അഴിച്ചു കെട്ടുന്നില്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ പുല്ല് നിൽക്കുന്നത്. ആ പൊങ്ങി നിൽക്കുന്ന ഐറ്റംസ് ഒന്നും നമ്മൾ പോത്തുകൂട്ടന്മാർ കഴിക്കുന്നതല്ല. നമ്മൾ പോത്തിനെയൊക്കെ അഴിച്ചു വിട്ട് തീറ്റുന്ന തോട്ടങ്ങളിൽ, അല്ലെങ്കിൽ കെട്ടി തീറ്റുന്ന തോട്ടങ്ങളിൽ അവർ ഒരു സീസണിൽ അങ്ങ് നടന്നങ്ങ് തിന്നു കഴിഞ്ഞാൽ ഇവർ തിന്നുന്ന പുല്ലെല്ലാം അങ്ങ് തീർന്നു പോവുകയും തിന്നു വരാത്ത പുല്ലുകൾ അവിടെ നിൽക്കുകയും ചെയ്യും. ആ നിൽക്കുന്ന പുല്ല് പിന്നെ അങ്ങ് പടന്ന് വലുതാവും. അപ്പോൾ നമ്മൾ തിന്നുന്ന പുല്ല് പിന്നെ അടുത്ത സീസണിലോട്ട് ഉണ്ടാകത്തുമില്ല. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ഈ അഴിച്ചൊക്കെ വിട്ട് നമ്മളിതുപോലെ തെളിച്ച് കൊടുത്തില്ലെങ്കിൽ ലാസ്റ്റ് നമ്മുടെ പറമ്പിൽ ഈ തിന്നു വരാത്ത പുല്ല് മാത്രമേ കാണത്തുള്ളൂ. ഇതുണ്ടോ, പുല്ല് അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വൃത്തിയും കോലമൊക്കെ ആയില്ലേ. ആണ്, നമ്മൾ അടി ചേർത്ത് അടിച്ചിട്ടില്ല കേട്ടോ. അടി ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ നല്ല പുല്ല് പോകും. അതുകൊണ്ട് ആ പൊങ്ങി നിൽക്കുന്നതെല്ലാം അടിച്ച് ഒരേ ലെവലാക്കി അങ്ങ് നിർത്തി. ഇത് നമ്മുടെ പഴത്തോട്ടമാണ്. പഴത്തോട്ടം എന്നൊന്നും പറയത്തില്ല, നമ്മൾ നട്ടമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് ഇതുപോലെ വള്ളയേറി കിടക്കുമായിരുന്നു. പിച്ചെ വളമൊക്കെ ഇട്ടിട്ട് അതൊന്നും തെളിച്ചു. നമ്മുടെ റൊളീനിയെ വലുതായി നിൽക്കുന്നുണ്ടോ നിങ്ങൾ? എന്നെ കഴിഞ്ഞും പൊക്കമായി. ഇനി താനെന്ന് വേണം വിളിക്കാം അല്ലേ? എന്നെക്കാൾ പോയാൽ താനെന്ന് വിളിക്കണമെന്നല്ലേ പറഞ്ഞു. എടോ റൊളീനിയെ താനേ ഒരു പഴമൊക്കെ താ. അപ്പോൾ അതും തെളിച്ചു. സൈഡിൽ കൂടെ ഇച്ചിരി മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. തെങ്ങൊക്കെ ഒരുമാതിരി കയറി വരുന്നുണ്ട്. അപ്പം നേരം പരവരാ വെളുത്തൊരു 10-15 മണിയൊക്കെ ആയി കേട്ടോ. അതിന് മുമ്പ് നമ്മൾ നമ്മുടെ മാളുവിനെയൊക്കെ കറന്നു കൊണ്ടുപോയി പാലൊക്കെ കൊടുത്തിട്ട് ഇത്തരം പുല്ലൊക്കെ തെളിച്ചിട്ടു. ഇതാവട്ടെ, ഞാൻ പുതിയൊരു ഇയർബഡ് വാങ്ങിച്ചു. മറ്റേ വയർലെസ് ഹെഡ്സെറ്റ് ഒരെണ്ണം വാങ്ങിച്ചു. അത് വലിയ കുഴപ്പമില്ല. ആമസോണിൽ ഭയങ്കര ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ വേണ്ടൊക്കെ ആയിരുന്നു അന്നേരം വാങ്ങിച്ച. ഇനിയിപ്പോൾ നമ്മുടെ എരുമക്കുട്ടിയുടെ വിശേഷങ്ങളോട്ട് പോകാം. എന്താ അവൾ നമ്മുടെ കുട്ടിമാളും ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അവൾക്ക് വരമരുന്നൊക്കെ കൊടുത്തായിരുന്നു. ഇങ്ങനെ കിടക്കുന്ന കണ്ടാൽ പേടിച്ചു പോലെ. കഴിഞ്ഞ ദിവസം ഇവളുടെ ഒരു വീഡിയോ എടുത്തിട്ട് ഒത്തിരി പേര് അത് കമൻറ്റ് ചെയ്തായിരുന്നു, കിടപ്പ് കണ്ടിട്ട് പേടിച്ചു പോയെന്ന്. പക്ഷെ പേടിക്കണ്ട, ഇതൊക്കെ ഇവളുടെ നമ്പറാണ്. പിന്നെ ഇന്നിപ്പോൾ ഇച്ചിരി ക്ഷീണം കൂടും, കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം വരമരുന്ന് കൊടുത്തുള്ളൂ. ഷാർക്കോഫറോൾ എന്ന് പറഞ്ഞിട്ട് ഒരു മൾട്ടി വിറ്റമിൻസ് ഫുഡ് സപ്ലിമെൻ്റ് ഉണ്ട്. അത് ഈ വരമരുന്ന് കൊടുക്കുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇന്നലെ അപ്പോൾ ക്ഷീണമായിരുന്നു. ഇന്നിപ്പം പാലൊക്കെ തന്നെ കുടിച്ചു, എല്ലാം ഓക്കെയാണ്. ഒരു ദിവസം പാൽ കുടിക്കുമായിരുന്നു കേട്ടോ. പുള്ളിക്കാർ പച്ചവെള്ളം മാത്രമേ കുടിച്ചുള്ളൂ. എഴുന്നേറ്റേ ബാ. പിന്നെ ഒരു സംഭവം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തെ കറവ 1 ലിറ്റർ എടുത്ത് കറന്നു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചത് മാവൾ കണ്ടിട്ട് മാവളിന് ആ പാടെ നാണക്കേടായിപ്പോയി. ഇന്നലെ ഞങ്ങൾക്ക് 4 ലിറ്റർ പാൽ കറക്കാൻ പറ്റും കേട്ടോ. ഇന്നലെ ഇവൾ കുടിച്ചില്ലല്ലോ. അപ്പം ഒരു നേരം കറന്നപ്പോഴത്തേനും 4 ലിറ്റർ എടുത്ത് നമുക്ക് പാൽ കിട്ടിയായിരുന്നു. മാവൾ വീഡിയോ കണ്ടിട്ട് മാവൾ വിചാരിച്ച് കാണും, അയ്യേ എന്നാ മോശമായിപ്പോൾ, ഈ പുള്ളി അത് കാണിക്കുമെന്ന് ഓർത്തില്ല എന്നൊക്കെ ഓർത്ത് കാണും. എന്നാ കുട്ടിമാൾ വീണ്ടും പാൽ കുടിക്കാൻ പോകണം. കണ്ടോ കുട്ടിമാൾ വെള്ളം കുടിക്കുന്നുണ്ടോ? വരമരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം പാലിനെ കഴിഞ്ഞ് കൂടുതൽ കുടിക്കുന്ന വെള്ളം കേട്ടോ. അതിനാ കുട്ടിമാളൊക്കെ ഒന്ന് ഓണായി വരട്ടെ. ഇതാണ്ട കുട്ടിമാളുവിൻ്റെ ബെൽറ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ലോറയ്ക്ക് മേടിച്ചായിരുന്നേ, പക്ഷെ ലോറി തലൊന്നും നിൽക്കില്ല. അതുകൊണ്ട് നമ്മളിതങ്ങ് മാറ്റി. ഓഹോ, ഇച്ചിരി ഒരു വേണപ്പോൾ എനിക്കിട്ട് തന്നെ ഇടിക്കോട്ടോ. അപ്പോൾ ശരി, കുട്ടിമാളെ നോക്കാനും ഇതേ പുല്ല് വെട്ടാനൊക്കെ കൂടിയ എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ പണികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടാറ്റ.